ഹലോ മക്കളെ, മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിന്റെ പ്രിപ്പറേഷനൊക്കെ ആരംഭിക്കേണ്ട സമയം ഇത് അതിക്രമിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമാണ് എക്സാമിനായിട്ട് ബാക്കിയുള്ളത്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആണ് മക്കളെ IOQM എന്ന് പറയുന്ന ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ് എന്ന് പറയുന്ന എക്സാം. സോ ആ ഒരു എക്സാമിലെ പ്രിപ്പറേഷൻ നമ്മൾ ഇതാ ബാച്ചിൽ ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തു, ബാച്ചിലേക്കുള്ള അഡ്മിഷൻ സ്ക്രീൻ ടെസ്റ്റ് വഴി നടത്തി കഴിഞ്ഞു. സോ ക്വാളിഫൈ ചെയ്ത കുട്ടികൾക്ക് ആക്സസ് ലഭിച്ചു കാണും. സോ എങ്ങനെയാണ് മക്കളെ ആപ്പിൽ ബാച്ച് കാണാൻ സാധിക്കുക, ബാച്ചിൽ എവിടെയാണ് ക്ലാസ്സുകൾ ഉള്ളത്, എവിടെയാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ബുക്ക്ലെറ്റ് സീരീസുകൾ ഉള്ളത്, അങ്ങനെ ഒരുപാട് കൺഫ്യൂഷൻസ് കാണും. സോ നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുള്ള ഉത്തരവുമാണ് മക്കളെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. സോ മക്കൾ എന്ത് ചെയ്യാം, വീഡിയോ ത്രൂ ഔട്ട് കാണാം. നിങ്ങൾക്കുള്ള എല്ലാ കാര്യങ്ങളും മിസ് എന്ത് ചെയ്യാം, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പറഞ്ഞുതരാം. സോ മക്കളെ, ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ എന്ത് ചെയ്യുക, Xylem ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് കാണിക്കുന്നത് ഇങ്ങനെ ഒരു ഇന്റർഫേസ് ആയിരിക്കും. എൻ്റെ മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഫോൺ നമ്പർ അവിടെ എന്ത് ചെയ്യുക, ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. സോ നമ്മൾ നേരെ വരുന്നത് നമ്മുടെ Xylem ലേണിംഗ് ആപ്പിലെ ഫസ്റ്റ് പേജിലേക്കാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി ആക്സസ് ലഭിച്ചത് കൊണ്ട് തന്നെ നിങ്ങളിവിടെ കാണുന്ന മൈ ബാച്ചസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ എന്ത് ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്താൽ മതി. സോ മൈ ബാച്ചസ് എടുക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ കാണുന്നത് നമ്മുടെ മാത്ത് പ്രോഡിജി ബാച്ച് ആണ്. അപ്പോൾ ഈ ബാച്ചിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ലെറ്റ് സ്റ്റഡി എന്ന് പറയുന്ന ഓപ്ഷൻ കാണും. അതിലേക്ക് പോകുന്ന സമയത്താണ് നമ്മൾ പേളും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവുക. സോ പേളിൻ്റെ മക്കൾ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇത്രയും മൊഡ്യൂൾ 1, മൊഡ്യൂൾ 2, മൊഡ്യൂൾ 3 അങ്ങനെ പോകുന്നുണ്ട്. സോ മക്കൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു വീക്കിലെ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്ക് ഉടൻ തന്നെ വരുന്നുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ജസ്റ്റ് കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. സോ മൊഡ്യൂൾ 1 ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ പാർട്ട് 1 കാണും. പാർട്ട് 1 നിങ്ങൾക്ക് ഇപ്പം മൊഡ്യൂൾ 1 പാർട്ട് 1 ക്ലാസ്സുകൾ കിടക്കുക. അപ്പോൾ ഓരോന്നിനും നമുക്ക് എന്തെങ്കിലും ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലാസ്സുകളുടെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് വളരെ കുറവ് തന്നെയാണ്. 13 മിനിറ്റും നിങ്ങൾക്ക് കാണാൻ വളരെ സൗകര്യത്തിലുള്ള രീതിയിലാണ് ഡ്യൂറേഷൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്ലാസ്സുകൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറ് നോട്ട്സിൻ്റെ കാര്യത്തിലാണ്. നോട്ട്സ് എഴുതാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്ലൈഡിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ നോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിൽ കിടക്കുന്നുണ്ട്. അതായത് സാർ ഓൾറെഡി ക്ലാസ്സിൽ ഉപയോഗിച്ചിരിക്കുന്ന ഹാൻഡ് റിട്ടൺ ആയിട്ടുള്ള സ്ലൈഡ്സുകൾ എന്ത് ചെയ്യുന്നുണ്ടാവും, പാർട്ട് 1 കറസ്പോണ്ടിങ് ഐക്കണിൽ പോയിട്ട് നോക്കുന്ന സമയത്ത് സ്ലൈഡായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ സാർ ക്ലാസ്സിൽ ഉപയോഗിച്ച എൻറ്റയർ സ്ലൈഡ് നിങ്ങൾക്ക് ഇവിടെ തന്നെ ലഭിക്കുന്നതാണ്. മറക്കരുത്, നോട്ട് എന്ന് പറയുന്ന ഓപ്ഷനിലാണ്. മറ്റൊരു കാര്യം നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ബുക്ക്ലെറ്റ് സീരീസുകളാണ്. സോ ബുക്ക്ലെറ്റ്സിന് വേണ്ടി മക്കൾ എന്ത് ചെയ്യുക, ഓൾ ക്ലാസ്സസിലേക്ക് പോകുന്ന സമയത്ത് ഈ കാണുന്ന സെക്കൻഡ് ഓപ്ഷൻ ഉണ്ട്, മാത്സ് എന്ന് കാണുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നോക്കുന്ന സമയത്ത് ഓൾ കണ്ടന്റ് എടുക്കുന്നു. ശേഷം നമ്മളിവിടെ നോക്കുന്ന സമയത്ത് DPPs ഉണ്ട്, നോട്ട്സ് ഉണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് വരുമ്പം DPP PDF കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് ഓരോ മൊഡ്യൂൾസിൻ്റെയും DPPs അല്ലെങ്കിൽ ബുക്ക്ലെറ്റ്സ് കാണാൻ സാധിക്കുക കേട്ടോ. ഇപ്പോൾ DPPസിൽ വീക്ക് 1 മൊഡ്യൂൾ 1 പാർട്ട് 1 ബേസിക് ഓൾജിബ്ര എന്ന് പറയുന്ന ടോപ്പിക്കിൻ്റെ ബുക്ക്ലെറ്റ് സീരീസ് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഇങ്ങനെ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് റെഫറൻസിനും അതേപോലെ തന്നെ ഡൗട്ടൊക്കെ ഉള്ള സമയത്ത് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നിങ്ങൾ സ്ലൈഡ്സും അതേപോലത്തെ ലെക്ചറും മാത്രമല്ല ബുക്ക്ലെറ്റ് സീരീസും എന്ത് ചെയ്യുക, കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യുക. സോ മക്കളെ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രൊസീജിയറൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഒരാഴ്ച എന്തൊക്കെ പഠിക്കണമെന്ന് ഇപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും അല്ലേ. ഏതൊക്കെ ടോപ്പിക്ക് ഏതൊക്കെ പഠിക്കണമെന്ന് കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അതൊന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. ഒരു വീക്ക് മക്കൾ എങ്ങനെ സ്റ്റഡി പ്ലാൻ സെറ്റ് ചെയ്യണം എന്നുള്ള വീഡിയോയുമായിട്ട് നമ്മൾ ഉടൻ തന്നെ വരുന്നുണ്ട്. സോ ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി മക്കൾ വെയിറ്റ് ചെയ്യുക. ആൻഡ് സ്റ്റേ ട്യൂൺഡ് ഫോർ മോർ അപ്ഡേറ്റ്സ്. താങ്ക് യു.